എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം നമ്മളിന്ന് ഫെസ്റ്റ് കാണാൻ പോകാൻ തീരുമാനിച്ചു. 100 രൂപയായിരുന്നു ടിക്കറ്റ് പ്രൈസ്. അപ്പം നമ്മൾ എൻട്രി ചെയ്യുവാണേ. പാറക്കുട്ടന് വേണ്ട, എനിക്കും ചേട്ടായിക്ക് മാത്രം മതിയായിരുന്നു. അപ്പം ആദ്യം എൻട്രി ചെയ്യുമ്പോഴേ നല്ല ഭംഗിയാണേ. അപ്പം നമ്മളിങ്ങനെ നടന്നവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യം കാണുന്നത് എന്താണെന്നറിയാവോ? മറ്റേ ഈ ജപ്പാൻകാരുടെ കോയ് ഫിഷ് ഇല്ലേ? ആ ആ ഫിഷിനാണ് ഈ പോണ്ട് നിറച്ച്. അതിലെ ഇങ്ങനെ നമുക്ക് നടന്നു പോവാം. അപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഒന്നാമത് ഞാൻ പാവാട ഇട്ടിരുന്നേ. പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ട്. തമ്പു കയ്യിലും ഉണ്ട്. പാറുക്കുട്ടനും ഉണ്ട്. അങ്ങനെ ഞങ്ങളിതേ ധൈര്യപൂർവ്വം നടന്നങ്ങ് പോന്നു. അത് കഴിഞ്ഞപ്പോൾ ദേ ഒരു ഊഞ്ഞാല്. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നുണ്ടേ. നമ്മളൊരു ഫോട്ടോ കൂടെ അങ്ങ് എടുത്തു. പിന്നെ കുറച്ചിങ്ങ് നടന്ന് വരുമ്പോഴത്തേക്കിനും ദേ അവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മീനുണ്ട്. ഇങ്ങനെ മീൻ അപ്പം ഒരേ പിള്ളേരൊക്കെ ഇങ്ങനെ വന്ന് കൈയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ പാറുക്കുട്ടനും കൈ ഇടണമെന്ന് പറഞ്ഞേ. അങ്ങനെ ദേ അവളെ കൊണ്ട് പോയി കൈ ഇടാൻ തുടങ്ങിയതിനാണ് രസം. ബാക്കി എല്ലാ പിള്ളേരും കൈയിട്ട് നോക്കുവാണെങ്കിൽ അവള് മീനെ പിടിക്കാൻ നോക്കുവാണ് അതിൻ്റെ അകത്തുനിന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് ഒത്തിരി കാണാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഇത് ഞങ്ങൾക്ക് ചേട്ടായിനെ മിസ്സായി പോയി. അവസാനം ഒന്ന് കണ്ടുപിടിച്ച് തിരക്കിന്റെ ഇടയ്ക്ക് ഒന്ന് കണ്ടുപിടിച്ച് അവസാനം ചേട്ടൻ്റെ അടുത്ത് ചെന്നു. അപ്പൊ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലം. അവിടെ ദേ ഇതുപോലെ ഇങ്ങനെ ആടുന്ന ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പൊ പാറുക്കുട്ടനെ അവിടെ കയറ്റി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ പാറുക്കുട്ടനെ കൊണ്ട് ഞങ്ങൾ ക്യൂ നിന്ന് അവിടെ പോയി പാറുക്കുട്ടന്റെ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ പാറുവിനെ അവിടെ കയറ്റി ഇരുത്തി. അപ്പൊ ഇതിന്റെ എല്ലാ ഐഡിയയിലും മറ്റേ ആ മീനാണ് കേട്ടോ. എന്ത് രസാന്നറിയോ? അവിടെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. ഈ സെപ്റ്റംബർ ലാസ്റ്റ് വരെ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റിവർ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അതിൻ്റെ അകത്ത് എല്ലാം ആ മീൻ തന്നെയാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്കിനും എന്തി ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിളികളെയും തൂക്കിയിട്ടേക്കുന്ന കാണാം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ സ്മോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ ചില സ്ഥലത്തെല്ലാം ഇങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ സ്മോക്ക് വരുന്ന പോലെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ ഗ്രൂട്ട് അവിടെ നിൽപ്പുണ്ട്. ആരെങ്കിലും കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നോ? അപ്പൊ നമ്മളിങ്ങനെ കുറച്ചും കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ ഗ്രൂട്ടും കൂടെ ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പാറൂസിന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ ഗ്രൂട്ടിൻ്റെ അടുത്ത് നിന്ന് പാറുക്കുട്ടീൻ്റെ എടുക്കുന്ന ഒരു ഫോട്ടോയും കൂടെ നമ്മളിതിൻ്റെ കൂടെ ചേർക്കാവേ. അതെ കണ്ടല്ലോ ഗ്രൂട്ട്. ഇത് വേറെ കളറുള്ള ഗ്രൂട്ട്. മുമ്പ് കണ്ടത് ബ്രൗൺ കളറുള്ള ഗ്രൂട്ടായിരുന്നേ. പിന്നെ നടന്നു പോകുമ്പോഴാണ് ദേ ഫൗണ്ടെയിന്. പക്ഷേ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം നമ്മൾ കണ്ടാൽ അറിയാം കേട്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ട് മൊത്തം പ്ലാസ്റ്റിക് ആണേ. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല കാണാനായിട്ട്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി നിന്നു. പക്ഷെ അതത്ര ഭംഗിയായില്ല. അതുകൊണ്ട് ഞങ്ങളിതേ അവിടുന്ന് പോന്നു. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ സ്മോക്ക് കാണാവേ. അപ്പോൾ അതേ ഒരു കൊച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അത് കണ്ടപ്പോൾ പാറക്കുട്ടൻ എന്തിയെ അതേപോലെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കണം. അങ്ങനെ ദേ പാറക്കുട്ടനെ അതുപോലെ ഒരിടത്ത് നിർത്തി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നടന്നപ്പോഴത്തേക്കിനും ഈ ഒരു സംഭവം കണ്ടു. നമ്മൾ അവിടെ കയറി പാറക്കുട്ടനെ ഒന്ന് കയറ്റി ഇരുത്തി. പക്ഷെ അപ്പോഴത്തേക്കിനും നമ്മൾ ഓടിച്ചു വിട്ടു കേട്ടോ. അവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് ദേ നമ്മൾ ഈ ഒരു തുരങ്കം പോലുള്ളൊരു സാധനം നമ്മൾ അതിൻ്റെ അകത്തൂടെ നടന്നു വന്നപ്പോഴത്തേക്കിനുമാണ് നമ്മൾ വേറൊരു സംഭവം കണ്ടത്. ഇപ്പോൾ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം അല്ല, അത് ട്രെൻഡ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ദേ ഈ സംഭവമേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം നമുക്കൊന്ന് കയറി നിന്ന് നോക്കാം. അങ്ങനെ ഞാൻ റെഡിയായിട്ട് അതിലൊക്കെ ഒന്ന് കയറി നിന്നേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പണിയൊന്നുമല്ല. അത് അത്രയും ഇങ്ങനെ ഫാസ്റ്റായിട്ട് അത് കറങ്ങുമ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തല കറങ്ങാൻ തുടങ്ങി കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് അങ്ങ് ഇറങ്ങി. അപ്പം അതേ പാറക്കുട്ടനും അതുപോലെ തന്നെ നിൽക്കണം. അങ്ങനെ അവളെ കയറ്റി നിർത്തി. അവളോട് എന്നിട്ട് ഡാൻസ് കളിക്കടാ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവള് എൻ്റെ അത്ര പോലും അനങ്ങാതെ അവളവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ദേ നമ്മൾ ടണൽ അക്വേറിയത്തിലോട്ട് അങ്ങ് കയറുന്നത്. ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മുടെ അരാപ്പൈമയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ആ വലിയ മീനുണ്ടല്ലോ, ആ മീനുണ്ട്. പിന്നെ ഇതുപോലെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കളർഫുൾ മീനുകളുണ്ടേ. അപ്പോൾ തമ്പുക്കുട്ടീനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീനുകളെയൊക്കെ കാണുന്നിടത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തമ്പുക്കുട്ടി ഭയങ്കരമായിട്ട് എല്ലാം ഇങ്ങനെ കാണുകയും എല്ലാം നോക്കുമായിരുന്നു. അങ്ങനെ നമ്മളിത് അക്വേറിയത്തിലേക്ക് കയറുവാണേ. ആദ്യം നമ്മൾ കയറുമ്പോഴേ കാണുന്നത് ഇത് ഈ മീനുകളാണ്, ഈ പല കളറുള്ള മീനുകൾ. ഇത് ഈ ഒരു ഭാഗമാണ് സത്യം പറയാലോ, വലിയ മീനുകളെക്കാളും എനിക്കിത് ഈ ഒരു ഭാഗം കണ്ടപ്പോഴാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. നമ്മുടെ തമ്മുക്കുട്ടനും അതാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് തോന്നുന്നത്. കാരണം തമ്മുക്കുട്ടൻ പുറത്തൂടെ ആണെങ്കിലും അതിനെ പിടിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു തമ്പുവേ. അങ്ങനെ നമ്മളിത് അടുത്ത സെക്ഷനിലോട്ട് ചെന്നപ്പോഴത്തേക്കിനും ഈ ഒരു ടൈപ്പ് മീനുകളാണ്. എല്ലാം നല്ല അത്യാവശ്യം വലിപ്പമുള്ള മീനുകളാണ് കേട്ടോ. ഈ മീനുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പാറക്കുട്ടനാണെങ്കിൽ അവിടുന്ന് പോരത്തില്ലായിരുന്നു. അവസാനം പാറക്കുട്ടനെ പിടിച്ച് വലിച്ചോണ്ട് പോരേണ്ട അവസ്ഥയായിരുന്നു. ഇതുപോലെ ഒരുപാട് പ്രാവശ്യം ഇതുപോലത്തെ ഓരോ അക്വേറിയങ്ങളൊക്കെ കാണാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണുമ്പോൾ അവർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതെല്ലാവേ. അതുപോലെ തമ്പക്കുട്ടി ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അതിൻ്റെ അകത്ത് തന്നെ നിന്ന് കേട്ടോ. പിന്നെ ഈ മീനുകളെക്കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും അങ്ങനെ പറയുന്നില്ല.
പിന്നെ ഈ അക്വേറിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് കുറേ കടകളും എന്താണ് പറയുക ക്യൂട്ട് ഐറ്റംസ് കിട്ടുന്ന കടകളുണ്ട്. പാത്രങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ നമുക്ക് വള, മാല അങ്ങനെ കിട്ടുന്ന കടകളുണ്ട്. തുണിക്കടകളുണ്ട്. സാധാരണ ഒരു ഫെസ്റ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടോ അതേപോലത്തെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ തന്നെയുണ്ട്. അതിൻ്റെ ഒന്നും നമ്മള് വീഡിയോസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ കടകളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ പിന്നെ നമ്മള് സാധാരണ കാണുന്ന സാധനങ്ങളുണ്ടല്ലോ ഫെസ്റ്റിന്. ആകാശ ഊഞ്ഞാല്, പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളത് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.